ഇപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട്സും കൂടെ കാണാം. ഇതവിടെ ലുസൈൽ സ്റ്റേഡിയം എയർപോർട്ട്സും കൂടെ ടച്ച് ചെയ്ത് കണ്ടോ. അവിടെ ലാസ്റ്റ് ടൈം കൂടെ കാണിക്കുന്നുണ്ട്. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഇത് മിസ്സായിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കാസ് ലോസ്റ്റ് മോഡാണ്. അപ്പോൾ അതായത് ഇവിടെ ലോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് കറാഫയിലാണ്. ലെഫ്റ്റ് സൈഡ് എൻ്റെ കയ്യിലുണ്ട്, റൈറ്റ് സൈഡ് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മിസ്സായിട്ടുള്ളത്. ആ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെയാണ് നോക്കിയിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മാർക്കാസ് ലോസ്റ്റ് എന്ന് കൊടുക്കാം. മാർക്കാസ് ലോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതേമാതിരി ഈ ഫൈൻഡ് മൈ ലൊക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വേറെ ആർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ഒരു മെസ്സേജ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. പിന്നെ നമ്മളെ ഫോൺ നമ്പർ കൊടുക്കാം. നമുക്കിവിടെ ആക്റ്റീവ് ലോസ്റ്റ് മോഡ് ഇപ്പോൾ ആക്ടിവേഷൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ ലോസ്റ്റ് മോഡിലാണ് നമ്മൾ ഈ ഒരു ഫോണുള്ളത്. ഓക്കെ, ലുസൈൽ പോയി തപ്പണം. നമ്മളെ ഇസ്മായിൽ വിളിച്ചില്ല, നമ്മള് കളഞ്ഞു പോയ നമ്മുടെ എയർപോർട്ട്സ് തപ്പി ലുസൈലിലേക്ക് പോവാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. കൂട്ടത്തില് റൂമിലെ മെസ്സിന്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതും കൂടി പത്തക്കള റെഡിയാ വശിറ. അക്കുവിന്റെ മൂന്ന് പത്തക്കള്ള സ്പെഷ്യൽ അക്കുവിന്റെ പത്തക്കള്ള പഠിക്കും. ഞങ്ങളൊരു സാധനം തപ്പിപ്പോവാണ്. ഇന്നലെ കളി കാണാൻ പോയപ്പോഴേ എയർപോർട്ട്സിന്റെ ഒരു പീസ് സ്റ്റേഡിയത്തിനുള്ളിൽ പോയിഞ്ഞാല് അത് കിട്ടൂല. കാരണം പോയോക്കട്ടെ, ലൊക്കേഷൻ ആപ്പിൽ കാണിക്കുന്നുണ്ട്. അയാളുണ്ട്. വേറെ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇത് മാത്രല്ല, ഞാനതിൽ പോയാണ്. കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കൊണ്ടുവരണം. അപ്പൊ വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ബാക്കി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കളഞ്ഞു പോകുന്നല്ലോ ഗൈസ്. അക്കുവിന്റെ ബത്തക്കള്ള വന്ന് ഒന്നും കൂടി ഇടുക്കിച്ചിരിക്കും. ഒന്നും കഴിയുള്ളൂ. ബത്തക്കള്ളം നമ്മളെ യൂസഫ് ഉണ്ട് കേട്ടോ. അവിടെ യൂസഫ് വണ്ടി കുത്തിരക്കുണ്ട്. ഏകദേശം നമ്മൾ ലുസൈലിനോട് അടുത്തിരിക്കുന്നു. ഇനി 8 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എടുത്തിട്ട് പോകും. നമ്മുടെ മുമ്പിൽ ലുസൈൽ സ്റ്റേഡിയം അവിടെ ഉണ്ട്. വി ആർ ഗോയിങ്. കിട്ടാത്ത ബ്ലൂടൂത്ത് ഫോൺ തപ്പി ഞങ്ങൾ പോവുകയാണ്. വൺ സൈഡ് പോയി, റൈറ്റ് സൈഡാണ് പോയത്. അപ്പം ഗായ്സ് നമ്മുടെ മുമ്പിൽ സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയം മുമ്പിലുണ്ട്. ലൊക്കേഷനൊക്കെ വളരെ പഴയ ലൊക്കേഷനാണ്. ഇത് നമ്മളെ സ്വന്തം ബഷീർ ഭായിൻ്റെ മൈൻഡിലൂടെ ലൊക്കേഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊടുക്ക പോകുന്ന ഒരു ഐഡിയ ഇല്ല. സ്റ്റേഡിയത്തിലുള്ള എൻട്രൻസ് അതായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ ഇവിടെ ഈ പാർക്കിങ്ങിൽ നിർത്തി കേട്ടോ. ഈ പാർക്കിങ്ങിൽ പിന്നെ ഒക്കെ സംഭവിച്ചേ ഇവിടെ ഉണ്ടോ വണ്ടി കംപ്ലൈൻ്റ് കിട്ടണേ. നമ്മളെ കൂടെ ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ എത്തിക്കണേ. ഇതാ ഇവിടെ നമ്മളിപ്പോ വന്നേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയാൻ കഴിയണം. സ്റ്റേഡിയം എടുത്തിട്ടുണ്ട്. അവരോട് വണ്ടി എടുത്താൽ മതി കേട്ടോ. ഇനിയും തിരിച്ച് തന്നെ വരണം. നമ്മളങ്ങനെ സ്റ്റേഡിയത്തിന് എടുത്ത് കത്തിക്കണേ. ഉള്ളിൽ കയറ്റുമെന്ന് അറിയില്ല. എയർപോർട്ട്സ് ഇപ്പോൾ ഉള്ളിൽ തന്നെ കാണിക്കുന്നുണ്ട്. കണ്ടൊക്കെ ചാടിയാണ്ടാ വന്നിരിക്കണം കേട്ടോ. 2-3 പോയപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് വിട്ടില്ല. ചുറ്റി കറങ്ങി ഞങ്ങൾ വന്ന് സ്റ്റേഡിയം നമ്മൾ തൊട്ടുമ്പില്. ഇവിടെ നമ്മളെ ഫസ്റ്റത്തെ ഇത് വിട്ടിട്ടോ. സ്റ്റേജിൽ നിന്ന് വിട്ടു. ഇനി നമ്മൾ ടിക്കറ്റിൻ്റെ അവിടെ എത്താണ്. ഇന്നാളെ നമ്മൾ അവിടെ എത്തി നടന്നു പോയിക്കണം ആരും ഇല്ലാതെ. അന്ന് കളിയൊന്നും തുടങ്ങിയിട്ടില്ല. കളി തുടങ്ങിയതിന് മുമ്പിലേ അപ്പോൾ ഗായ്സ് വന്നത് ഏകദേശം വെറുതെ ആയി. അവിടെ എടുത്ത് വരെ എത്തി ഞങ്ങൾ. അതിന് പോലീസുകാർ പറഞ്ഞു ഇപ്പോൾ ഉള്ളിൽ കയറാൻ വരെ അവകാശമില്ല. അതുകൊണ്ട് രാത്രി വരാണ്. അല്ല രാത്രി അല്ല, രാവിലെ വരാം. രാവിലെ 8 മണിക്ക് വരാൻ. എന്നാൽ നമുക്ക് തപ്പാ ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല. സ്റ്റേഡിയത്തിനുള്ളിൽ അത് നല്ല രസം. ബഷീറിനെ കാണാമല്ലോ ഇപ്പോൾ ഇവിടെ. ബഷീർ റോഡിൽ ഞങ്ങൾ ഇറക്കിയിട്ടാണ് ഞങ്ങൾ നടക്കണം. ഇങ്ങോട്ട് സംഭവിച്ചെന്ന് വെച്ചാല് ഞാൻ അവിടെ വരെ പോയി. ഫസ്റ്റ് ഇത് കയറ്റി കഴിഞ്ഞു. മെട്രോ കഴിഞ്ഞിട്ട് ഇറങ്ങണതല്ലേ. അവിടെ നിന്ന് ചെങ്ങായി കടത്തി വിട്ട് മൊബൈലും ഇതൊക്കെ ചെക്ക് ചെയ്ത അവിടെ വരെ എത്തി. മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് മൊബൈൽ ഇതുവരെ ചെക്ക് ചെയ്യുന്ന ആ ഇതുവരെ നമ്മളെത്തും. അങ്ങോട്ട് ഉള്ളിലേക്ക് നടന്നു പോലെ പറഞ്ഞേ സാധനം അവിടെ ഉണ്ട് പറഞ്ഞു. ഞാന് അതുപോലെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അപ്പൊ ഇവിടുന്ന് അങ്ങക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇനി നോണറിന് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അന്യം കൊണ്ട് കയറാൻ വെച്ചു. അതിൽ പിന്നെ പറഞ്ഞു രാവിലെ 8 മണിക്ക് പോവാ. 8 മണിക്ക് ഇതിന് സ്റ്റാഫ് എത്തും.
അപ്പോൾ നോക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നോക്കി നോക്കാറുണ്ട് ഒരു തലേന്ന് ഒഴിവാക്കിയാണ്. പിന്നെ പറഞ്ഞ് അവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അങ്ങനത്തെ സാധനമൊക്കെ സ്റ്റോറേജിക്ക് പോകും പറഞ്ഞു. ഇപ്പൊ രാവിലെ ഒന്നുണ്ടാവും തപ്പി നോക്കാം സ്റ്റോറേജ് ഏരിയക്ക് വെക്കണമെന്നുള്ളത്. അപ്പൊ വീണ്ടും സന്ധ്യക്ക് വരെ വണക്കം. അപ്പൊ രാവിലെ വരണം, ഒന്നാ പോവാം. ഇപ്പൊ സമയത്തായി ഒരു കാര്യങ്ങൾ പറയാം, നമ്മള് വന്നോണ്ട് മനസ്സിലായി, അല്ലെങ്കിൽ എന്താണെന്നുള്ള അറിയില്ലല്ലോ. രാത്രി നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ട് പോരുകയാണ്. ഇപ്പൊ കുറെ ദിവസമായി അത് കഴിഞ്ഞിട്ട്. അതിനുശേഷം അവർ പറഞ്ഞത് പിറ്റേന്ന് വരാനാണ്. പിറ്റേന്ന് പോകാൻ സാധിച്ചുള്ള ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് ഞാൻ ഫൈൻഡ് മൈ ഫോണിൽ ഒന്നുകൂടെ നോക്കി എയർപോർട്ട്സ് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ 13,336 കിലോമീറ്റർ അപ്പുറത്താണ് എയർപോർട്ട്സ് ഉള്ളത്. അതായത് നമ്മൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത്. അവിടെ ആയിട്ട് നമുക്ക് എയർപോർട്ട്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ നമ്പറൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല, അത്രയും ദൂരമല്ലേ. അതുകൊണ്ട് ഞാനത് വിട്ടു. ഏതായാലും ഞാൻ ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം എവിടെയെന്നുള്ളത്. ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത് നോർത്ത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിലായിട്ടാണ് ഇപ്പോൾ എയർപോർട്ട്സ് കളഞ്ഞു പോയിട്ടുള്ളത്. അതായത് നമ്മൾ ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നും കളി കാണാൻ വന്ന ആർക്കോ കിട്ടിയിട്ടുണ്ട്. അവർ നേരെ കൊണ്ടുപോയിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ സൗണ്ടൊക്കെ പ്ലേ ചെയ്ത് നോക്കും, പക്ഷെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല. ഡിസംബർ 12-ാം തീയതിയാണ് ലാസ്റ്റ് അവർ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു ദൗത്യം വിട്ട് ഇനിയിപ്പോൾ എയർപോർട്ട്സ് കിട്ടില്ല, ഒരാളെ കയ്യിൽ കിട്ടിയല്ലോ. എന്നാലും ആപ്പിളിൻ്റെ ഈ ഒരു സിസ്റ്റം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ എയർപോർട്ട്സ് എവിടെയാണെന്നുള്ളത് കാണാം. ഇത്രയും ദൂരമായിട്ട് പോലും നമുക്ക് മറ്റൊരു ഫോണിൽ കണക്ട് ചെയ്താൽ മതി വൈഫൈ. ആ ഒരു വൈഫൈ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഓരോരോ പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ ഐഡിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തപ്പിയെടുക്കാം. പക്ഷെ എടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് കിട്ടും, പക്ഷെ ഇത്ര ദൂരമൊക്കെ ആകുമ്പോൾ നടക്കൂല. അപ്പോൾ ഏതായാലും അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നതിലേക്കും ബൈ.